ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് അതിൽ ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഒറിജിനൽ എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പിന്നെ അത് കുറച്ചധികം ഗുണങ്ങൾ ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ ചീപ്പർ ആയിരിക്കും, പക്ഷേ ഗുണങ്ങളൊന്നുമില്ല, ഫുൾ കംപ്ലൈന്റും പ്രശ്നങ്ങളും മാത്രമായിരിക്കും ഫ്യൂച്ചറിൽ വരിക. സോ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഒറിജിനൽ വെക്കുക, അതെല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ആയിട്ട് എക്സോസ്റ്റിൽ തന്നെ പോവുക. എക്സോസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സോസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം ടെസ്റ്റിങ്ങും R&D ഒക്കെ ചെയ്ത് ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത്. അത് സ്റ്റോക്ക് ആയാലും ഒറിജിനൽ ആഫ്റ്റർ മാർക്കറ്റ് കമ്പനികളാണെങ്കിലും അത്രയധികം ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഡ്യൂപ്ലിക്കേറ്റ് വെക്കാതിരിക്കുക, അത് വളരെയധികം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ പോവാണെന്ന് വിചാരിക്കുക, അതിന്റെ ഓണർ മുൻപ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു മോട്ടോർ സൈക്കിൾ മാക്സിമം വാങ്ങാതിരിക്കുക. അങ്ങനെയുള്ള ചില ചതിയും കാര്യങ്ങളൊക്കെ വന്നതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. ഇനി ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റിൽ തന്നെ കുറച്ച് ഇന്റർനാഷണൽ ബ്രാൻഡുകളുണ്ട്. നമ്മൾ അധികം പേരുകളൊന്നും കേൾക്കാത്ത തരത്തിലുള്ള ഇന്തോനേഷ്യയിലും തായ്ലൻഡിലൊക്കെ ബിൽഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സോസ്റ്റുകൾ ഉണ്ട്. ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് എക്സോസ്റ്റ് ഒക്കെ ഞങ്ങൾ റേസിനൊക്കെ യൂസ് ചെയ്തിരുന്നു. നല്ല പെർഫോമൻസും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. സോ അങ്ങനെയുള്ള എക്സോസ്റ്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന രീതിയിൽ അതുപോലുള്ള എക്സോസ്റ്റ് യൂസ് ചെയ്യാം. ഇനി അടുത്തൊരു പ്രോബ്ലം വരാനായിട്ടുള്ളത് നമ്മുടെ കേൾവിക്കുറവാണ്. ഈ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് DB ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ ലൗഡൊക്കെ ആയിട്ട് ഓടിക്കുമ്പോൾ കാണുമ്പോൾ ഒരു പ്രാക്കായിട്ട് തോന്നും. അതോടൊപ്പം തന്നെ നമ്മുടെ ചെവിയും നമ്മുടെ സ്വന്തം ശരീരവും സ്വന്തം ബൈക്കൊക്കെ നശിപ്പിക്കുന്നതിനോട് തുല്യമാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരും ചെയ്യാതിരിക്കുക. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ചാവ്.